In the name of Father, Son and Holy Spirit. കർത്താവിൽ പ്രിയമുള്ളവരെ, മിഷിഗൺ സെന്റ് ജോൺസ് മാർത്തോമാ ഇടവക അതിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി ആചരിക്കുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങളോടൊപ്പം സന്തോഷിക്കുന്നതിനും നിങ്ങളോടൊപ്പം ദൈവത്തിന് നന്ദി കരയേറ്റുന്നതിനും ദൈവവചനം പങ്കിടുന്നതിന് ലഭിച്ചതായിട്ടുള്ള ഈ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയതായിട്ടുള്ള ബഹുമാനപ്പെട്ട ക്രിസ്റ്റഫർ അച്ഛനോടും എന്നെ ക്ഷണിച്ചതായ ലേ മെമ്പർ മിസ്റ്റർ ഫിലിപ്പ് മാത്യുവിനോടും ലാലുവിനോടും ഉള്ള നന്ദി ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഞാൻ അറിയിക്കുകയാണ്. ഞങ്ങളുടെ മകൾ സൂനുവിൻ്റെ ഇടവക എന്ന നിലയിലും നിങ്ങളോട് സംസാരിക്കുന്നതിൽ അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. ഈ നാളുകളിൽ മിഷിഗൺ സെന്റ് ജോൺസ് ഇടവക സന്ദർശിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനെ സാധിച്ചില്ല. വിസയൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വരുവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതും ഞാൻ ഓർക്കുകയാണ്. 2019 ഏപ്രിലിൽ ഒരു കോൺഗ്രിഗേഷനായ സെന്റ് ജോൺസ് കോൺഗ്രിഗേഷൻ 2020 ജനുവരി ആയപ്പോൾ ഇടവകയായി, പാരിഷായി. വളരെ അഭിനന്ദനാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ പ്രയത്നവും എത്ര വലുതായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. ഇറ്റ് ഈസ് നോട്ട് ദ സൈസ് ബട്ട് യുവർ കമ്മിറ്റ്മെന്റ് ദാറ്റ് മാറ്റേഴ്സ്. അംഗസംഖ്യയിൽ പരിമിതമായിരിക്കാം, എന്നാൽ നിങ്ങളുടെ സമർപ്പണം വളരെ വലുതാണ്. നിങ്ങളെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു. ഈ നാളുകളിൽ ഇടവകയ്ക്ക് സ്തുത്യർഹമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നതായിട്ട് ക്രിസ്റ്റഫർ അച്ഛനെയും കുടുംബത്തെയും അതുപോലെ തന്നെ ഫിലിപ്പ് റിസത്തിനെയും കുടുംബത്തെയും എല്ലാം ഓർത്ത് സ്തുതിക്കുന്നു. അവരിൽ കൂടിയൊക്കെ ലഭിക്കുന്ന എല്ലാ നേതൃത്വത്തിനായും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ക്രിസ്റ്റഫർ അച്ഛനെ നേരിട്ട് കണ്ട അധികം പരിചയമില്ല, എന്നാൽ നീതി കൊച്ചമ്മയെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അറിയാം. ബാംഗ്ലൂരിൽ നല്ല ഒരു സ്നേഹിതയായിരുന്നു. അതുപോലെ ഫിലിപ്പ് അച്ഛനെയും വളരെ നേരത്തെ തന്നെ അറിയാം. മാത്രമല്ല 2000-2003 കാലഘട്ടത്തിൽ ഞാൻ ന്യൂയോർക്കിലിരിക്കുമ്പോഴും സെന്റ് ജോൺസ് ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ അച്ഛൻ മിക്കവാറോടെ വരുമായിരുന്നു. അച്ഛൻ്റെ ബ്രദർ മിസ്റ്റർ ഫിലിപ്പ് അനീച്ചായൻ ആ ഇടവകയിലായിരുന്നു. അവിടെ വരുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ഒരുമിച്ച് ലഭിച്ചിട്ടുള്ള ആ കൂട്ടായ്മയുടെ സന്തോഷത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ നാടുകളിൽ ഇടവയ്ക്ക് സ്തുത്യർഹമായ ശുശ്രൂഷ ചെയ്യുന്നതായിട്ട് ക്രൈസ്തവ സമിതി അംഗങ്ങളെയും ഇടവ ജനങ്ങളെയെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇന്ന് സഭ ടെമ്പറൻസ് സൺഡേ ആയിട്ടുകൂടി ആചരിക്കുകയാണ്, ലഹരി വിരുദ്ധ ദിനം. അപ്പോൾ പാരിഷ് ഡേ ആയിട്ടും ലഹരി വിരുദ്ധ ദിനമായിട്ടും ആചരിക്കുന്ന ഈ സന്ദർഭത്തിൽ എൻ്റെയും കുടുംബത്തിൻ്റെയും ആശംസകൾ അറിയിക്കുന്നതിൽ അതിയായിട്ട് സന്തോഷമുണ്ട്. ഞാൻ വികാരിയായിരിക്കുന്ന കടങ്ങന്നൂർ സെന്റ് തോം മാർത്തോമാ ഇടവകയുടെ ആശംസകളും ഈ സമയത്ത് അറിയിക്കട്ടെ. ബിഷപ്പ് ലെസ്ലി ന്യൂബിഗിൻ, അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ബിഷപ്പായിരുന്നു, ഒരു തിയോളജിനും എഴുത്തുകാരനുമാണ്. അദ്ദേഹം സഭയെക്കുറിച്ചുള്ള തന്റെ ദർശനം പ്രകാരം പറയുന്നു, The question to be asked about every congregation is not how big it is, how fast is it growing, and how rich it is, but what difference is it making to that bit of the world in which it is placed. ഒരു ഇടവക എത്ര വലുതായിരിക്കുന്നുവെന്നോ, എത്ര വേഗം വളരുന്നുവെന്നോ, എത്ര സമ്പന്നമായിരിക്കുന്നുവോ എന്നുള്ളതല്ല, മറിച്ച് എന്ത് വ്യത്യാസം ആ സമൂഹത്തിൽ ഈ ഇടവക ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതായിട്ട് സംഗതിയാണ്. സമൂഹത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കണം, ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ തക്കവണ്ണം ഒരു ഇടവകയ്ക്ക് സാധ്യമായി തീരണം. നമുക്കറിയാം, സമൂഹത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കണം, ഒരിടവയ്ക്ക് ചലനങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ കർത്താവ് സഭയിലുണ്ടായിരിക്കണം.
ക്രിസ്തു സഭയിലുണ്ടെങ്കിൽ മാത്രമേ ക്രിസ്തുവിനോടൊപ്പം ഈ ലോകത്ത് പ്രവർത്തിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായിരിക്കും. ശിഷ്യന്മാരെ കർത്താവ് വിളിച്ചപ്പോൾ തന്നോടുകൂടി ഇരിക്കുവാൻ, പ്രസംഗിക്കേണ്ടതിന് അയക്കുവാൻ, ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് പുറപ്പെടുവാൻ തക്കവണ്ണം ശിഷ്യന്മാരെ വിളിച്ചു. ടു ബി വിത്ത് ഹിം ആൻഡ് ടു ജേർണി വിത്ത് ഹിം. അതാ കർത്താവ് വിളിച്ചത്. തന്നോടുകൂടി ആയിരിക്കുവാൻ, തന്നോടുകൂടി യാത്ര ചെയ്യുവാൻ, ശുശ്രൂഷ ചെയ്യുവാൻ. ഇത് സഭയുടെ ഒരു മിനിസ്ട്രിയാണ്. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു 12-ാമത്തെ വയസ്സിൽ യെരൂശലേം ദേവാലയത്തിൽ ചെന്നപ്പോൾ അവിടുന്ന് മടങ്ങിപ്പോരുമ്പോൾ മാതാപിതാക്കന്മാര് കുഞ്ഞിനെ കാണുന്നില്ല. തങ്ങളുടെ വിരൽത്തുമ്പിൽ നിന്നും പൈതൽ നഷ്ടപ്പെട്ടു പോയി. 3 ദിവസത്തെ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ, അന്വേഷിച്ച് മടങ്ങി വരുമ്പോൾ ദേവാലയത്തിൽ പുരോഹിതന്മാരോട് ശാസ്ത്രിമാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, അവരോട് വാദിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിനെ കാണുന്നു. പൈതലിനെ കാണുക. അയ്യോ, നീ എന്താ ഇങ്ങനെ ചെയ്യുന്നത്? ഞങ്ങളെ ഇങ്ങനെ വിഷമിപ്പിച്ചത് എന്തിനാണ്? അപ്പോൾ യേശു പറയുന്നുണ്ട്, പൈതൽ പറയുന്നുണ്ട്, ഐ മസ്റ്റ് ബി ഇൻ മൈ ഫാദേഴ്സ് ഹൗസ്. ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കണം. പിതാവിൻ്റെ ഭവനത്തിലായിരിക്കുക എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ ഹിതം നിറവേറ്റുക, പിതാവിനോടൊപ്പമായിരിക്കുക, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക, പിതാവിനോടൊപ്പം പ്രവർത്തിക്കുക, പിതാവിനോടൊപ്പം മരിക്കുക എന്നുള്ളതാണ്. നോർത്ത് അമേരിക്കൻ ഡയസിസ് അതിൻ്റെ സിൽവർ ജൂബിലി ആചരിക്കുമ്പോൾ ഒരു പുസ്തകം ഇറക്കി. എൻ്റെ ഒരു കോപ്പി എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് ആരോ ഒരു കോപ്പി നൽകി. എൻ്റെ പേര് ചർച്ച് ജേർണിങ് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിനോടൊപ്പം യാത്ര ചെയ്യുന്ന സഭയെന്നാണ് കൊടുത്തിരിക്കുന്നത്. എനിക്കിന്ന് സെൻറ് ജോൺസ് ഇടവേട് ചോദിക്കുകയാണ് ചോദ്യം, ആർ യു ജേർണിങ് വിത്ത് ക്രൈസ്റ്റ്? ക്രിസ്തുവിനോടുകൂടി യാത്ര ചെയ്യുന്ന ഒരു സമൂഹമാണോ മിഷിഗൻ സെൻറ് ജോൺസ് മാർത്തോമായ ഇടവക എന്നുള്ളത് നമ്മോട് തന്നെ നമുക്ക് ചോദിക്കാം. And the gospel portion for today's meditation is taken from Gospel according to St. Luke, chapter 15, verses beginning from 11 to 35. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടൊരു വേദഭാഗമാണ്. ഗോസ്പൽ ഇൻ ദ ഗോസ്പൽസ്, സുവിശേഷങ്ങളുടെ സുവിശേഷം എന്നറിയപ്പെടുന്നതായിട്ടുള്ള വളരെ മനോഹരമായിട്ട് വേദഭാഗമാണ്. അതിനകത്ത് 3 ഉപമകളുണ്ട്. പാരബിൾ ഓഫ് ദ ലോസ്റ്റ് ഷീപ്പ്, പാരബിൾ ഓഫ് ദി ലോസ്റ്റ് കോയിൻ ആൻഡ് പാരബിൾ ഓഫ് ദ ലോസ്റ്റ് സൺ. നഷ്ടപ്പെട്ടു പോയതായ ആട്, നഷ്ടപ്പെട്ടു പോയതായിട്ടുള്ള ബ്രഹ്മ, നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ. ഈ 3 ഉപമകൾ പരിശോധിച്ചാൽ യേശുവിൻ്റെ ദൗത്യം, യേശു എന്തിനു വേണ്ടി ലോകത്തിലോട്ട് വന്നു? ഹി കെയിം ടു സീക്ക് ദ ലാസ്റ്റ്, ലീസ്റ്റ് ആൻഡ് ലോസ്റ്റ്. നഷ്ടപ്പെട്ടു പോയതിനെ തേടി വരുന്നതാണ് ദൈവത്തെ കാണുന്നത്. ഇവിടെ ലോസ്റ്റ് സൺ, നമ്മൾ സാധാരണ മുടിയൻ പുത്രൻ എന്നൊക്കെ പറയും. കുറച്ചുകൂടി നല്ല വാക്ക് എനിക്ക് തോന്നുന്നത് ധൂർത്തനായ പിതാവ്, ധൂർത്തനായ പിതാവ്, പിതാവിൻ്റെ ഉപമ എന്ന് പറയുമ്പോൾ ഈ പിതാവിൻ്റെ സ്നേഹം വളരെ ലക്ഷറിയസ് ആയിരുന്നു. സ്നേഹത്തിൽ ധൂർത്തനാണ്, ആഡംബരം കാണിക്കുകയാണ്. His love is luxurious. സ്നേഹത്തിൻ്റെ ധാരാളിത്തമാണ് പിതാവിൽ കാണുന്നത്. അങ്ങനെയുള്ളൊരു കുടുംബം എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ സ്നേഹം കുടികൊള്ളുന്നതായൊരു കുടുംബം, എ ഹെവൻ ഇൻ എർത്ത്, ഈ ഭൂമിയിൽ സ്വർഗം, അങ്ങനെയുള്ളൊരു കുടുംബമാണിത്. അങ്ങനെയുള്ളൊരു കുടുംബമായിട്ടും ഈ ഇളയ മകൻ കുടുംബത്തിൽ നിന്നും പുറത്തെ സന്തോഷം അന്വേഷിച്ചു പോകുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അത്രമാത്രം സ്നേഹം കുടുംബത്തിലുണ്ടായിട്ടും ആ കുടുംബത്തിലെ സ്നേഹത്തിൽ നിന്ന് അന്യപ്പെട്ട് പുറത്തുള്ള സ്നേഹം അന്വേഷിച്ചു പോകുന്നതായിട്ടുള്ള മകനെയാണ് ഇവിടെ കാണുന്നത്. വളരെ ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. നമ്മൾ സാധാരണ പറയും, ഭവനത്തിൽ സ്നേഹം കിട്ടിയില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പുറത്തെ സ്നേഹം അന്വേഷിച്ചു പോകുന്നുള്ളൂ. ഇവിടെ ഭവനത്തിൽ ഇത്രമാത്രം സ്നേഹം കൊടുത്തിട്ടും ആ മകൻ പുറത്തെ പ്രലോഭനങ്ങൾക്ക് വഴിവിട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇന്ന് ഈ ടെമ്പറൻസ് സൺഡേ ആചരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ അത് ആൽക്കഹോളോ ഡ്രഗ്സോ മാത്രമല്ല, ധാരാളം അഡിക്ഷൻസ് ഉണ്ട്. വെൽത്ത്, ധനം ഒരു അഡിക്ഷനാണ്. പവർ ഒരു അഡിക്ഷനാണ്. സെക്സ് അഡിക്ഷനാകാം, സ്പിരിച്വാലിറ്റി ഒരു അഡിക്ഷനാകാം,
ആത്മീയത. നമുക്കറിയാം, അനേകർ ഒരു സ്ഥലത്ത് നിൽക്കത്തില്ല, വേറെ അന്വേഷിച്ച് പോവുകയാണ്, വേറെ എവിടെയെങ്കിലും പോയി ആത്മീയതയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ ലഭിക്കാത്തതുകൊണ്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോവാം. ആത്മീയത ഒരു അഡിക്ഷനായിട്ട് മാറാം. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയാസ് അതൊരു അഡിക്ഷനാണ്. നമുക്കറിയാം, അനേക കുഞ്ഞുങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയ്ക്ക് അകപ്പെട്ട്, പ്രത്യേകിച്ച് ഈ ബ്ലൂ വെയിൽ അതിലൊക്കെ അകപ്പെട്ടുകൊണ്ട് എത്രയോ കുഞ്ഞുങ്ങളാണ് അവരുടെ ജീവിതം നഷ്ടപ്പെടുത്തി സൂയിസൈഡ് ചെയ്തെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ ക്രിസോസ്റ്റം തിരുമേനി പണ്ടൊരു കഥ പറഞ്ഞ് ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു പിതാവ് വന്നിട്ട് പറഞ്ഞു, തിരുമേനി എൻ്റെ മകനെ ഒന്ന് ഗുണദോഷിക്കണം. തിരുമേനി പറഞ്ഞു, എന്താ കുഴപ്പം, നല്ലൊരു പയ്യനാണ്. അല്ല തിരുമേനി, അവൻ വീട്ടിൽ കയറത്തില്ല. അതെന്താ പ്രശ്നം? അറിയത്തില്ല തിരുമേനി, അവൻ വീട്ടിൽ കയറത്തില്ല. തിരുമേനി അവനെ കാണുമ്പോൾ ഗുണദോഷിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ തിരുമേനി ഇവനെ കണ്ടു. അപ്പോൾ അവനോട് ചോദിച്ചോടാ, നിൻ്റെ അപ്പൻ ഇങ്ങനെ എൻ്റെ അടുക്ക കാണാൻ വന്നിരുന്നു. അപ്പം പറഞ്ഞു, നിന്നെ ഒന്ന് ഗുണദോഷിക്കണം, നീ വീട്ടിൽ കയറത്തില്ലെന്ന് പറഞ്ഞു. അതെന്തോ കാര്യം, നീ എന്നെ വീട്ടിൽ കയറാം. അപ്പോൾ അവൻ പറഞ്ഞു, തിരുമേനി എനിക്ക് വീടില്ലല്ലോ. എടാ, നിൻ്റെ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ടല്ലോ, ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന ഭക്ഷണം കഴിച്ചിട്ടുണ്ടല്ലോ, ഇന്ന സ്ഥലത്തല്ല നിൻ്റെ വീട്. തിരുമേനി, അതൊരു വീടല്ല, അതൊരു എനിക്ക് പണം കൊടുക്കാതെ പണം കൊടുക്കാതെ എനിക്ക് ഭക്ഷണം കിട്ടുന്ന സ്ഥലം മാത്രമാണ്. അത് ബന്ധങ്ങളില്ല, അനുഭവങ്ങളില്ലാത്തതായിട്ടൊരു അനുഭവം. എന്നാൽ ഈ കുടുംബത്തിൽ നോക്കുമ്പോൾ പിതാവ് സ്നേഹസമ്പന്നായ ഒരു പിതാവ് എന്ന് പറയുമ്പോൾ സ്നേഹമുള്ള കുടുംബമാണ്, ബന്ധമുള്ള കുടുംബമാണ്, അനുഭവങ്ങളുള്ള കുടുംബമാണ്. എന്നിട്ടും ഈ മകൻ പുറത്തെ സന്തോഷം അന്വേഷിച്ച് പോയി എന്ന് പറയുമ്പോൾ ഇത് വളരെ ഗൗരവമായിട്ട് നാം കാണേണ്ടതായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇന്ന് നമ്മുടെ പാരിഷ് ലൈഫ് എങ്ങനെയിരിക്കുന്നു? ഇടവക ജീവിതം എങ്ങനെയിരിക്കുന്നു? ചർച്ച് ഇസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. കർത്താവിന്റെ ശരീരമാണ് സഭ എന്ന് പറയുന്നത്. ഓരോ സദസ്സും പറയുന്നുണ്ട്, യു ആർ ദ ടെമ്പിൾ ഓഫ് ക്രൈസ്റ്റ്. നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരമാണെന്ന് പറയുന്നത്, ക്രിസ്തുവിന്റെ മന്ദിരമാണ്, ക്രിസ്തു വസിക്കുന്ന ഭവനം. അപ്പൊ എങ്ങനെയായിരിക്കണം ക്രിസ്തു വസിക്കുന്ന മന്ദിരം? എങ്ങനെയായിരിക്കണം? There must be love in the church. ദേവാലയത്തിൽ സ്നേഹം ഉണ്ടായിരിക്കണം. യോഹന്നാൻ, കർത്താവിന്റെ അരുമശിഷ്യനായ യോഹന്നാൻ യേശുവിന്റെ മാർവിൽ ചാരി കിടക്കുന്ന പടം നമ്മൾ കണ്ടിട്ടുണ്ട്. യേശുവിന്റെ മാർവിൽ ചാരി കിടന്ന യോഹന്നാനാണ് പറയുന്നത്, ഗോഡ് ഈസ് ലവ്, ഗോഡ് ഈസ് ലവ്, ഗോഡ് ഈസ് ലവ്. എവിടെ പോയാലും അദ്ദേഹത്തിന് അത് മാത്രമേ പറയാനുള്ളൂ, ഗോഡ് ഈസ് ലവ്, ഗോഡ് ഈസ് ലൈറ്റ്. അവന് ഇരുട്ടൊട്ടുമില്ല, വെളിച്ചം മാത്രമാണെന്ന് പറയുന്നത്. യോഹന്നാൻ ഇതെല്ലാം പറയുന്നത്. യോഹന്നാൻ കർത്താവിന്റെ മാർവിൽ ചാരി കിടന്നിട്ട് കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ദൈവം വെളിച്ചമാണെങ്കിൽ, ദൈവം സ്നേഹമാണെങ്കിൽ, ദൈവം ജീവനാണെങ്കിൽ, ആ ദൈവം വസിക്കുന്ന നമ്മുടെ മന്ദിരം, ആ മന്ദിരത്തിൽ സ്നേഹം ഉണ്ടാകണം, ആ മന്ദിരത്തിൽ വെളിച്ചമുണ്ടായിരിക്കണം, ആ മന്ദിരത്തിൽ ജീവനുണ്ടാകണം. ഇന്ന് നമ്മുടെ ദേവാലയങ്ങളിൽ വെളിച്ചമുണ്ടോ? ദേവാലയത്തിൽ ലൈഫുണ്ടോ? ദേവാലയത്തിൽ സ്നേഹമുണ്ടോ? എന്നിപ്പോൾ നമുക്കറിയാം, പലപ്പോഴും പണത്തിൻ്റെ അഡിക്ഷൻ, അധികാരത്തിൻ്റെ അഡിക്ഷൻ, പണത്തിനും അധികാരത്തിനും പുറകെ പോയി ഇന്ന് സഭയിൽ വഴക്കും കേസുമൊക്കെ ആയിത്തീർന്നിരിക്കുന്ന ചരിത്രങ്ങളൊക്കെ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലെ നരകമായിരിക്കും, ഹെൽ ഇൻ ദി എർത്ത്. അപ്പോൾ ഇത് കുടുംബത്തിലും സഭയിലും നടക്കുന്ന കാര്യങ്ങളാണ്. സ്വർഗമാകേണ്ട കുടുംബം നരകമാകുന്നു, സ്വർഗമാകേണ്ടതായിട്ടുള്ള ദേവാലയം നരകമായി തീരുന്നതായിട്ടുള്ളൊരു അനുഭവമാണ്. അവിടെ നമ്മുടെ സെന്റ് ജോൺസ് ഇടവക ഇന്ന് 1ാമത്തെ പാരിഷ് ഡേ ആചരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മോട് തന്നെ ചോദിക്കണം, എൻ്റെ ഇടവക ഒരു സ്വർഗമാണോ, അതോ എൻ്റെ ഇടവക ഒരു നരകമാണോ, ഒരു നരകത്തിലേക്ക് പോകുന്നുണ്ടോ? ഇതെപ്പോഴും നാം ശോധന ചെയ്യേണ്ടതായിട്ടൊരു സംഗതിയാണ്. വെളിപാട് പുസ്തകത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറയുന്നുണ്ട്, എഫേസസിലെ ലേഖനത്തിൽ അവരോട് പറയുന്ന ദൂതിൽ പ്രകാരം പറയുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട്. ഞാൻ അതൊന്നും ഇവിടെ പറയുന്നു, ഒത്തിരി നന്മകൾ പറയുവാനായിട്ടുണ്ട്. എന്നാൽ ഒരു കുറ്റം നിങ്ങളെക്കുറിച്ച് പറയാനുണ്ട്. യു ഹാവ് ലോസ്റ്റ് യുവർ ഫസ്റ്റ് ലവ്, യു ലെഫ്റ്റ് യുവർ ഫസ്റ്റ് ലവ്. നിങ്ങളുടെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞിരിക്കുന്ന ഒരു കുറവ് നിങ്ങളെക്കുറിച്ച് പറയുവാനുണ്ടെന്ന് പറയുന്നു. അതിനുശേഷം പറയുന്നു, അതുകൊണ്ട് നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. റിമെമ്പർ, റിപ്പന്റ് ആൻഡ് റിട്ടേൺ. ഇവിടെ നമ്മൾ വായിച്ച പാരബിളിൽ അത് തന്നെയാണ് കാണുന്നത്. സ്വർഗീയ ഭവനത്തിൽ താമസിച്ചുകൊണ്ടിരുന്ന ഈ മകൻ, പിതാവിന്റെ സന്തോഷത്തിൽ ആ നല്ല ബന്ധത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ, ആ യുവാവ്
അതെല്ലാം വിട്ടുള്ള ബന്ധങ്ങളെ മറന്ന് സ്നേഹം മറന്നുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി എന്ന് പറയാം. അപ്പൊ ബന്ധങ്ങളുടെ ആ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടതിന്റെ ആ വിടവിന്റെ ആഴത്തെക്കുറിച്ചാണ് പറയുന്നത്. ഫാർ കൺട്രി എന്ന് പറയുമ്പോൾ അത്രമാത്രം അകന്നുപോയി, ദൈവത്തിൽ നിന്ന് അകന്നുപോയി, കുടുംബത്തിൽ നിന്ന് അകന്നുപോയി, സ്നേഹത്തിൽ നിന്ന് അകന്നുപോയി. അവിടെ നരകത്തിന്റെ അനുഭവത്തിലായിത്തീർന്നു. അവിടെ വെച്ച് അവൻ ഓർത്തു എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ എത്രയോ സന്തോഷമാണ്, എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ എത്രയോ പേർ ഭക്ഷിച്ചിട്ടത് നഷ്ടപ്പെടുത്തി കളയുന്നു, ബാക്കി കളയുന്നു, ഞാനിവിടെ നശിച്ചു പോകുന്നു. പന്നിയുടെ ആഹാരം പോലും എനിക്ക് കിട്ടുന്നില്ല, ഞാൻ നശിച്ചു പോകുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങിച്ചെല്ലും. അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല. നിന്റെ ഒരു വേലക്കാരനെ പോലെ ഞാൻ സ്വീകരിക്കണം. അവൻ ഓർത്തു, മാനസാന്തരപ്പെട്ടു. He remembered and he repented. പിതാവിന്റെ അടുക്കിലേക്ക് ചെന്നു, റിട്ടേൺ, മടങ്ങിച്ചെന്നു. ഇത് നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യം. നമ്മുടെ പാരിഷ് ലൈഫ് എങ്ങനെ ഇരിക്കുന്നു? നമ്മുടെ ഫാമിലി ലൈഫ് എങ്ങനെ ഇരിക്കുന്നു? എങ്ങോട്ട് പോകുന്നു? കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തി മടങ്ങി വരുവാനായിട്ടുള്ള ഒരു ദൈവത്തിന്റെ വിളി അത്രേ ഇവിടെ നാം കാണുന്നതായ സംഗതി. സഭ കർത്താവ് വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. വിളിച്ച് വേർതിരിക്കപ്പെട്ടതായ സമൂഹം. വി ആർ എ കോൾഡ് ഔട്ട് കമ്മ്യൂണിറ്റി. സ്നേഹമുള്ള പിതാവ് വിളിച്ച് ചേർത്തിരിക്കുന്നതായിട്ടൊരു സമൂഹമാണ്. ആൻഡ് വി ആർ എ സെന്റ് ഔട്ട് കമ്മ്യൂണിറ്റി. വിളിച്ചു വേർതിരിക്കപ്പെട്ട സമൂഹം അയക്കപ്പെട്ടതായിട്ടൊരു കമ്മ്യൂണിറ്റിയുമാണ്. വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന സമൂഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. എന്നെ എവിടെ അയച്ചിരിക്കുന്നു അവിടെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക. ഇന്ന് നമുക്കറിയാം, വിവിധ അഡിക്ഷൻസിൽപ്പെട്ടതായിട്ടുള്ള ആളുകൾ, അനേക ആളുകൾ ദേവാലയത്തിൽ നിന്നും അകന്ന് ജീവിക്കുന്നു. പള്ളിയോട് എന്തൊരു വിരോധം ഉണ്ടായിട്ടില്ല, പട്ടക്കാരോട് വിരോധം ഉണ്ടായിട്ടില്ല. പക്ഷെങ്കിൽ അവർക്കൊരു കുറ്റബോധമുണ്ട്. ദേവാലയത്തിൽ വന്നാൽ എന്നെ സ്വീകരിക്കുമോ? എന്നെ എല്ലാവരും എങ്ങനെയായിരിക്കും നോക്കുന്നത്? അങ്ങനെ മാറി നടക്കുന്ന അനേകം ആളുകളുണ്ട്. അവരെയൊക്കെ ചേർത്ത് പിടിക്കുവാൻ തക്കൊണ്ട് നമുക്ക് സാധ്യമായിത്തീരുന്നു. കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചു. മദ്യപാനിയായിട്ടൊരു മനുഷ്യനായിരുന്നു. മദ്യപാന രോഗമുള്ളൊരു മനുഷ്യനാണ്. എന്നെ ഫോൺ വിളിച്ചിട്ട് കരഞ്ഞു. 2-3 ദിവസമായിട്ട്. ഞാൻ ചോദിച്ചു, നീ എന്തിനാ കരയുന്നു? അച്ഛനോട് ഞാൻ കുടിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ കുടിച്ചുപോയി. ഒന്നല്ല അച്ഛൻ, പല പ്രാവശ്യം കുടിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു, കുടിച്ചതിന് ശേഷം അടുപ്പിച്ച് കുടിച്ചു. അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ പറഞ്ഞു, നീ ഫോൺ കൈവച്ചു, ചെവിയിലോട്ട് വിളിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, നിനക്കൊരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. ഞങ്ങളിവിടെ അടുത്ത് തന്നെ നവദർശൻ ഡി അഡിക്ഷൻ സെൻ്റർ ഉണ്ട്, എൻ്റെ ക്യാമ്പസിൽ തന്നെയാണ്. നിനക്ക് പണമില്ലെങ്കിൽ ഞാൻ പണം എങ്ങനെ ഒപ്പിച്ചു തരാം. അച്ഛൻ പ്രാർത്ഥിക്കണം വെച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. അവനുള്ള സമാധാനമായിട്ടിരിക്കുക. ഞാൻ അവനെ കൊണ്ടുവന്ന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെന്ന് ഞാൻ കരുതിയിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ ചേർത്ത് പിടിക്കുവാനൊക്കെ നമുക്ക് സാധ്യമായി തീരണം. സമൂഹത്തിൽ നിന്നും അകന്നിരിക്കുന്നവർ അവരെ കാണുവാനും കേൾക്കുവാനും അവരുടെ നിലവിളി കേട്ട് അവരുടെ കണ്ണുനീരൊപ്പുവാനും ചേർത്ത് പിടിക്കുവാനും നമുക്ക് സാധ്യമായി തീരണം. അങ്ങനെയുള്ള ലൈഫ് കൊടുക്കുവാൻ, ജീവൻ കൊടുക്കുവാൻ സാധ്യമായി തീരണം. യേശു കർത്താവിനെ കുറിച്ച് യോഹന്നാൻ പറയുന്നത്, ഇൻ ഹിം വാസ് ലൈഫ്, അവന് ജീവനുണ്ടായിരുന്നു. യേശു കർത്താവിൽ ജീവനുണ്ടെങ്കിൽ സഭയ്ക്ക് ജീവനുണ്ടാകണം. ജോൺ ബി ടൈലർ എന്ന് പറയുന്ന ആളുടെ മനുഷ്യൻ എഴുതിയ പുസ്തകത്തിൽ ജീവനെക്കുറിച്ച് പറയുന്നു. അതിൽ പറയുന്നത്, ടു ബി അലൈവ് ഈസ് ടു ബി അവെയർ ഓഫ് വാട്ട് അതേഴ്സ് ലെസ് അലൈവ് ഹാവ് ഫെയിൽഡ് ടു നോട്ടീസ്. ടു ബി അലൈവ് ഈസ് ടു സീ ഓർഡിനറി തിങ്സ് ഇൻ ആൻ എക്സ്ട്രാ ഓർഡിനറി വേ ആൻഡ് ടു ബി സെൻസിറ്റീവ് ടു ന്യൂ ട്രൂത്ത് ആൻഡ് റെസ്പോണ്ട് ഫ്ലെക്സിബിളി ടു അൺഫോർസിൻ ഡിമാൻഡ്സ്. ആരും ശ്രദ്ധിക്കാത്തതിനെ ശ്രദ്ധിക്കുക, ആരും കേൾക്കാത്തതിനെ കേൾക്കുക. സഭയുടെ വലിയ ദൗത്യമാണ്, കർത്താവിൻ്റെ സ്വഭാവമാണ്. ആരും കാണാത്തതിന് കർത്താവ് കണ്ടു. 38 ആണ്ട് രോഗം പിടിച്ചിരുന്ന ഒരു മനുഷ്യൻ ദേവാലയത്തിൽ കിടന്നു. എത്രയോ ആളുകൾ പെരുന്നാളിന് വന്നു, അവർ കണ്ടില്ല. യേശു കണ്ടു, അവന് സൗഖ്യമാണ്. സക്കായി മരത്തിന് മുകളിലിരിക്കുക, പുരുഷാരത്തിൽ മധ്യത്തിൽ കർത്താവ് സഞ്ചരിക്കുക. ജീസസ് സ്റ്റോപ്പ്, ഇറങ്ങി വാ, ഞാൻ നിന്റെ വീട്ടിൽ പാർക്കണം. പുരുഷാരത്തിന് മധ്യത്തിൽ ഒരു സ്ത്രീ ഓടി വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടു, സൗഖ്യമായി. അവനെ അരികെ വിളിച്ചു, നീ സമാധാനത്തെ പോകും. ആരും കാണാത്തതിനെ കാണുകയും ആരും കേൾക്കാത്തതിനെ കേൾക്കുകയും പ്രതികരിക്കുകയും ചെയ്യുവാൻ നമ്മുടെ സഭയ്ക്ക് സാധിക്കുമ്പോൾ സഭയ്ക്ക് ജീവനുണ്ടെന്ന് പറയും. നമ്മുടെ ഇടവയ്ക്ക് ചുറ്റുപാടും ഇങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തുവാൻ നമുക്ക് സാധ്യമായി തീർന്നു. ഞാൻ ബാംഗ്ലൂർ ഇടവയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെ സ്പന്ദന എന്ന പേരിൽ ശുശ്രൂഷ ആരംഭിച്ചു.
അതവിടുത്തെ സ്ട്രീറ്റ് വർക്കേഴ്സിൻ്റെ ഇടയിലുള്ള ശുശ്രൂഷയാണ്. കോർപ്പറേഷൻ സ്വീപ്പേഴ്സ് അവരുടെ ഇടയിൽ ശുശ്രൂഷയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിർവഹിക്കാൻ നമ്മൾ ഇടയായിട്ടുള്ളൂ. ആരും ശ്രദ്ധിക്കാത്ത ആളുകൾ അവരുടെ മധ്യത്തിൽ ശുശ്രൂഷ ചെയ്യും. മദ്രാസിലിരിക്കുമ്പോൾ MEF എന്ന പേരിൽ ഒരു ചെറിയ ശുശ്രൂഷ ആരംഭിച്ചു. ഇപ്പോൾ നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മിനിസ്ട്രി എം എക്സ്റ്റെൻഡഡ് ഫാമിലീസ്, നമ്മുടെ ഭവനങ്ങളിലൊക്കെ ജോലി ചെയ്യാൻ വരുന്നതായിട്ടുള്ള സ്ത്രീകളുടെ മധ്യത്തിലുള്ള ശുശ്രൂഷ. അവരെ മാസത്തിലൊരിക്കൽ ദേവാലയത്തിൽ വിളിച്ചുകൂട്ടും. അവർക്ക് ആവശ്യമായിട്ടുള്ള ദൂതുകൾ കൊടുക്കും. അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ടുള്ള ഫീസ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ ആരും ശ്രദ്ധിക്കാത്ത ശുശ്രൂഷ. നമുക്കറിയാം, നമ്മുടെ സഭ ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇടയിൽ ഒരു മിനിസ്ട്രി ആരംഭിച്ചു. ആരും ശ്രദ്ധിക്കാത്ത ശുശ്രൂഷയാണ്. ആരും ഇതുവരെ ആ ശുശ്രൂഷ കാലെടുത്ത് വെച്ചില്ല. നമ്മുടെ സഭ അങ്ങനെ ആരംഭിച്ചിരിക്കുക. നമ്മുടെ സഭയെക്കുറിച്ച് അപ്പോൾ പറയാൻ ജീവനുള്ള സഭയാന്ന് പറയാം. ബോംബെയിൽ നവജീവൻ സെന്റർ ആരംഭിച്ചപ്പോൾ, റെഡ് സ്ട്രീറ്റിൽ വർക്ക് ചെയ്ത ആളുകളുടെ ഇടയിലുള്ള ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ, അതിന് ഉദ്ഘാടനം നടന്നപ്പോൾ നമ്മുടെ മെത്രാപ്പൊലീത്ത തിരുമേനിയാണ്, ക്രിസോസ്റ്റം തിരുമേനിയാണ്, ഡയസെഷൻ ബിഷപ്പ് ഫീലിക്സ് തിരുമേനിയാണ് ബോംബെയിലന്ന്. നിങ്ങളുടെ നോർത്ത് അമേരിക്കൻ ഡയസസിലെ ബിഷപ്പ്, അത് ബോംബെ ഡയസസിലെ ബിഷപ്പായിരിക്കുമ്പോൾ. അപ്പം അന്നത്തെ ഗവർണർ പ്രകാരം പറഞ്ഞു, ഞങ്ങളുടെ ഗവൺമെന്റിന് സാധിക്കാത്തത് നിങ്ങളുടെ ഈ തിരുമേനിക്ക് സാധിച്ചു. ഗവൺമെന്റ് ശ്രദ്ധിക്കാത്തത് സഭ ശ്രദ്ധിച്ചു. മാർത്തോമാ സഭ ജീവനുള്ള സഭയാണെന്ന് പറയുവാൻ തക്കവണ്ണം റെഡിയായിട്ട് തീർന്നു. അതുകൊണ്ട് നാം പാർക്കുന്ന സ്ഥാനങ്ങളിൽ ആരും ശ്രദ്ധിക്കാത്തതിനെ ശ്രദ്ധിക്കണം. കർത്താവിന്റെ സ്വഭാവം ആരും കേൾക്കാത്തതിനെ കേൾക്കണം, പ്രതികരിക്കണം. അവരെ ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണം നമുക്കിടയായി തീരുമ്പോൾ നമ്മുടെ ഇടവക ജീവനുള്ള ഇടവകയായിട്ട് തീരും. റിക് വാറൻ എന്ന് പറയുന്നതായിട്ടുള്ളൊരു എഴുത്തുകാരൻ്റെ ഒരു ചിന്തകൻ പ്രകാരം പറയുന്നുണ്ട്. അദ്ദേഹം വലിയൊരു സഭ ഒരു പാസ്റ്ററാണ്. അദ്ദേഹം പറയുന്നത്, ഡോണ്ട് വറി അബൌട്ട് ദി ഗ്രോത്ത് ഓഫ് യുവർ ചർച്ച്, ഫോക്കസ് ഓൺ ദ പർപ്പസ് ഓഫ് ദ ചർച്ച്. സഭയുടെ വളർച്ചയെക്കുറിച്ച് നിങ്ങൾ ദുഃഖിക്കേണ്ട കാര്യമില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. സഭയുടെ ദൗത്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം എന്ന് പറയും. സ്റ്റീഫൻ ആർ കോവേ എന്ന് പറയുന്നതായിട്ടൊരു മനുഷ്യൻ എഴുതിയ പുസ്തകത്തെക്കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ആ പുസ്തകത്തിൻ്റെ പേര് ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് എന്നാണ്. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്. തന്നെ നിയന്ത്രിക്കുന്ന 2 ഉപകരണങ്ങളെ കുറിച്ച് പറയുന്നു. ഒന്ന് ക്ലോക്കാണ്, ഒന്ന് കോമ്പസ്. ക്ലോക്ക് ആൻഡ് കോമ്പസ്. ക്ലോക്ക് നമുക്കറിയാം, നമ്മുടെ ടൈം മാനേജ്മെന്റ്. രാവിലെ എഴുന്നേറ്റ് ക്ലോക്കിലേക്ക് നോക്കുന്നു, 6 മണിയായി, എനിക്ക് 9 മണിക്ക് ഓഫീസിലെത്തണം, അവിടെ ഇന്ന കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് മനസ്സിൽ കരുതുക, അത് ചെയ്തു തീർക്കണം. വൈകിട്ട് 4 മണിയാകുമ്പോൾ ഞാൻ ക്ലോക്ക് നോക്കുമ്പോൾ 4 മണിയായി. 5 മണിക്ക് ഓഫീസ് വിട്ടു കഴിയുമ്പോൾ മടങ്ങി പോകുമ്പോൾ എനിക്ക് ഹോസ്പിറ്റൽ കയറണം, ഒരു സഹോദരനെ കാണുവാനായിട്ട് അവിടെ പ്രാർത്ഥിക്കണം. മടങ്ങിപ്പോകുന്ന വീട്ടിൽ വന്ന പല കാര്യങ്ങളും ഉത്തരവാദിത്വം നിറവേറ്റുമായിട്ടുണ്ട്. അപ്പോൾ ക്ലോക്ക് നമ്മുടെ ടൈം മാനേജ്മെന്റ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. കോമ്പസ് നമ്മുടെ ഗതിയെ, നമ്മുടെ ഡയറക്ഷൻ നിയന്ത്രിക്കുന്ന കാര്യമാണ്. ഞാൻ എങ്ങോട്ട് പോകുന്നു, എവിടേക്ക് പോകുന്നു, ഏത് മാർഗത്തിലാണ് സഞ്ചരിക്കുന്നത്, അതെൻ്റെ മനസാക്ഷിയെ കൂടി നിയന്ത്രിക്കുന്നതായ സംഗതിയാണ്. ഈ അഡിക്ഷനൊക്കെ ഉള്ള ആളുകൾക്ക് കോമ്പസും ഇല്ല, അവർക്ക് ക്ലോക്കും ഇല്ലാത്തൊരു അനുഭവമാണ്. അതുകൊണ്ട് സമൂഹത്തിൽ ഉത്തരവാദിത്തപൂർണ്ണമായിട്ട് പ്രവർത്തിപ്പാൻ തക്കവണ്ണം അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് മനുഷ്യൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആകേണ്ടുന്ന അവസ്ഥയിലേക്ക് അവനെ ആക്കി തീർക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായിട്ട് തീരണം. അവിടെ സെന്റ് ജോൺസ് ഇടവക്കാരോട് എനിക്ക് പറയുവാനായിട്ടുള്ളത്, ഡോണ്ട് വറി അബൌട്ട് ദി ഗ്രോത്ത് ഓഫ് യുവർ ചർച്ച്, ബട്ട് ഫോക്കസ് ഓൺ ദ പർപ്പസ് ഓഫ് ദ ചർച്ച്. കത്തീഡ്രൽ എന്നുള്ള വാക്കിനെ കുറിച്ച് അറിയാമോ? എന്താ കത്തീഡ്രൽ എന്ന് പറഞ്ഞാൽ? കത്തീഡ്രൽ എന്ന് പറഞ്ഞാൽ, കത്തീഡ്രൽ ഈസ് നത്തിങ് ബട്ട് an extension of your mother's womb. അമ്മയുടെ ഗർഭപാത്രത്തിന്റെ വികസിത രൂപമാണ്. അപ്പോൾ ഒരു സഭ അമ്മയുടെ ഗർഭപാത്രം പോലെ ആയിരിക്കണം. എത്ര സുരക്ഷിതത്വമാണ്! ഉദരത്തിൽ കിടക്കുന്നതായ കുഞ്ഞിന് ജീവൻ നൽകുന്ന അനുഭവമാണ്. എത്ര സുരക്ഷിതത്വമായതിനകത്ത്. അപ്പോൾ ദേവാലയം, നമ്മുടെ ദേവാലയത്തിൽ കൂടി, ദേവാലയത്തിലെ അംഗങ്ങൾക്ക് മാത്രമല്ല, ചുറ്റുപാടുമുള്ളവർക്കും കൂടി ജീവൻ നൽകുവാൻ തക്കവണ്ണം ഒരിടവയ്ക്ക് സാധ്യമായിട്ട് തീരണം. ക്രിസോസ്റ്റം തിരുമേനി ഇപ്രകാരം പറഞ്ഞു, ഒരു വഴി പറഞ്ഞു, നിങ്ങളുടെ പള്ളി നാളെ നിങ്ങളുടെ ട്രസ്റ്റി വന്ന് പൂട്ടിയിട്ടിട്ട് പറയുകയാണ്, ഇനി ഈ പള്ളി തുറക്കുന്നില്ല. ഇപ്പോൾ നാട്ടുകാർ വന്ന് പറയണം, അല്ല, ഈ പള്ളി തുറക്കണം, ഈ പള്ളിയോട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്.
ഈ പള്ളി കൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്രകാരം പറയുമ്പോഴാണ് ഒരു ഇടവക അർത്ഥവത്തായിട്ടുള്ളൊരു ഇടവകയായിട്ട് തീരുന്നത്. ഇടവകയായി തീരുന്നത് ചുറ്റുപാടുമുള്ള ജനങ്ങൾ അപ്രകാരം പറയുമ്പോഴാണ്. അതുകൊണ്ട് സെൻറ് ജോൺസ് മാർത്തോമായ ഇടവക ഇന്ന് അതിൻ്റെ 1ാമത്തെ പാരിഷ് ഡേ ആചരിക്കുമ്പോൾ ഇടവകയുടെ അംഗസംഖ്യ വളരുന്നതിനെ കുറിച്ചല്ല ചിന്തിക്കുന്നത്, മറിച്ച് നിങ്ങൾ ലക്ഷ്യം നിറവേറ്റുന്നുണ്ടോ, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നുണ്ടോ എന്നുള്ളത് ഓർക്കുക. മനുഷ്യനായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആകേണ്ടുന്ന അവസ്ഥയിലേക്ക് ആക്കി തീർക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ടോ? കഴിഞ്ഞ ഒരു വർഷം നിങ്ങളെ നടത്തിയ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു. വികാരി അച്ഛനെയും അച്ഛനോടൊപ്പം പ്രവർത്തിച്ചതായിട്ടുള്ള ഫിലിപ്പോറിസ് അച്ഛനെയും ഇടവക ചുമതലക്കാരെയും എല്ലാം ഞാൻ അഭിനന്ദിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ആശ്വസിക്കുകയും ചെയ്യട്ടെ. ഇപ്രകാരം ലഭിച്ചതായ അവസരത്തിനും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.